മത്സ്യത്തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഈ വർഷം ഡിസംബർ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 81 കോടി രൂപ ചെലവിൽ 400 ഫ്ളാറ്റുകളാണ് പുനർഗേഹം പദ്ധതിയിലൂടെ സർക്കാർ നിർമ്മിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ കിടപ്പാടം ഒരുക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. പുനർഗേഹം പദ്ധതി പ്രകാരം തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 2025ഓടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെങ്കിലും ഈ വർഷം അവസാനത്തോടെ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ കൂടി കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റിലേക്ക് താമസം മാറാം. ഈ നിർമ്മാണ പ്രവർത്തനം നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തതിന് മുമ്പ് തീരും. 2024 ഡിസംബറിലാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മൊത്തം ഇപ്പോൾ 1200ഓളം ഫ്ളാറ്റുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ഫ്ളാറ്റുകളുടെ നിർമ്മാണവും പുരോഗതിയിലാണ്. ഈ കാലയളവിൽ തന്നെ മറ്റ് നിർമ്മാണം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഫ്ളാറ്റുകളും പൂർത്തീകരിച്ച് മത്സ്യത്തൊഴിലാളി കൊടുക്കും. LDF സർക്കാരിന്റെ കാലത്ത് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് പോലും വീടില്ലാത്ത അവസ്ഥ വരില്ലെന്ന് ഫ്ളാറ്റ് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയ ശേഷം മന്ത്രി പ്രതികരിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് സഹായം പോലും അന്നത്തെ സർക്കാർ ചെയ്തു നൽകിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ജില്ലയിൽ അർഹതപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 81 കോടി രൂപ ചിലവിൽ 400 ഫ്ളാറ്റുകളാണ് മുട്ടത്തറയിൽ ഒരുങ്ങുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.